കരുണാർദ്രമായ ക്ഷമ, അതാണ് ദൈവത്തിൻ്റെ പര്യായം എന്ന് പറഞ്ഞത് വിശുദ്ധ അഗസ്റ്റിനാണ്. തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കുമ്പസാരം കൺഫെഷൻ എന്ന കൃതിയിൽ അദ്ദേഹം അത് കുറിച്ചത്. കരുണാർദ്രമായ ക്ഷമ, അതാണ് ദൈവം എന്ന പദത്തിൻ്റെ പര്യായം. തുടർന്നെഴുതുന്നു, പാപം ക്ഷമിച്ച് ദൈവത്തിന് മടുപ്പ് തോന്നാത്തതിൻ്റെ കാരണം അവിടുത്തെ സത്ത കരുണാർദ്രമായ ക്ഷമ ആയതിനാലാണ്. അവിടെ നിന്നിങ്ങനെ ക്ഷമിച്ച് ഒരിക്കലും മടുപ്പ് വരുന്നില്ല. നമ്മോടെന്നും കാരുണ്യം കാണിക്കുന്നു. നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ മറുപടിയും ഒന്നും കാത്തു നിൽക്കാതെ അവിടുന്ന് എന്നും നമ്മോട് ക്ഷമിക്കുകയും കരുണാർദ്രമായ ഹൃദയത്തോടെ നമ്മുടെ പിന്നാലെ കടന്നു വരികയും ചെയ്യുന്നു. കനിവിൻ്റെ വറ്റാത്ത സ്രോതസ്സാണ് ദൈവം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആപ്തവാക്യം, അവൻ കരുണയോടെ അവനെ നോക്കി. വിശുദ്ധ മത്തായിയെയാണ്, ചുങ്കസ്ഥലത്തിരുന്ന ആ ചുങ്കക്കാരനെയാണ് കരുണാർദ്രമായ കണ്ണുകളോടെ നോക്കിയത്. ആ മനുഷ്യൻ സാവധാനം ചുങ്കസ്ഥലത്തെ അനീതിയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു. ആ ജീവിതം യേശുവിനെ ഇങ്ങനെ ഉറ്റുനോക്കുന്നതിനും യേശുവിനെ ശ്രവിക്കുന്നതിനും അവിടുത്തെ തിരുവചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനുമൊക്കെ ആക്കി മാറ്റി. സുവിശേഷം എഴുതി, സുവിശേഷമായി മാറി. കർത്താവിൻ്റെ കരുണ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ, അത് നിർലോഭം പ്രവഹിക്കുമ്പോൾ നമ്മുടെയും ജീവിതം സുവിശേഷമായി മാറണം. ഇത് തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലത്തിലാണ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന പേരിൽ മലയാള മനോരമ ഞായറാഴ്ച പതിപ്പിൽ 2016 ഒക്ടോബർ മാസം 23 ഒരു ലേഖനം അച്ചടിച്ചു വന്നിരുന്നു. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. ഇവിടെ മറ്റൊരു ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള വിവരണമാണ്. ജേക്കബിൻ്റെ ജീവിതം തകർന്നു പോയത് 1979 നവംബർ മാസം 1 അബുദാബിയിലെ അൽ എനിലേക്ക് കുടുംബസമേതം ഒരു കാറിൽ യാത്ര ചെയ്തപ്പോഴാണ്. ഒട്ടും നനച്ചിരിക്കാതിരുന്ന ഒരു നിമിഷത്തിൽ ആ കാറ് അപകടത്തിൽപ്പെട്ടു. ഫ്രണ്ട് ടയറ് പൊട്ടി, കാറ് 2 പ്രാവശ്യം തിരിഞ്ഞ് അപകടം ഉണ്ടായി. ജേക്കബിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആ മകൻ ജോമോൻ ആ അപകടത്തിൻ്റെ അവസ്ഥയിൽ തന്നെ മരണമടഞ്ഞു. ഭാര്യ അരക്ക് കീഴെ തളർന്നുകൊണ്ട് ആശുപത്രിയിൽ ഗുരുതരമായ പരിക്കുകളോടെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അവൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലായി. ബോംബെയിൽ ചികിത്സയ്ക്ക് കൊണ്ടുവന്നു. ആയുർവേദ ചികിത്സ നടത്തി, പലതും പരിശ്രമിച്ച് നോക്കിയിട്ടും ജേക്കബിൻ്റെ ഭാര്യയുടെ മോളിയുടെ ആ അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും വിമുക്തമാക്കുവാൻ സാധിച്ചില്ല. പിന്നീട് ജേക്കബിൻ്റെ ജീവിതം മുഴുവൻ ഈ മോളിയെ പരിചരിക്കുക, അവളെ ശ്രദ്ധിക്കുക, അവൾക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമുണ്ടാക്കി മോളിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഉടുപ്പിച്ച് തല കോതിക്കൊടുത്ത് അങ്ങനെ എല്ലാവിധത്തിലും മോളിയെ ശ്രദ്ധിക്കുക. മോളി കരഞ്ഞത് ഒരിക്കലാണ്.
അവർക്കിനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് ജേക്കബിനെ കൂടുതൽ വിഷമത്തിലാക്കി. പക്ഷേ ജേക്കബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ മോളിയെ ശുശ്രൂഷിച്ചു, ദൈവത്തിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ആ ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങൾ ദൈവം ദാനമായി നൽകി. ജേക്കബിൻ്റെ ജീവിതം അങ്ങനെ മോളിയെ ശുശ്രൂഷിച്ച് കാരുണ്യത്തിൻ്റെ കനിവിൻ്റെ ഒരു ജീവിതമായി മാറി. അതാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ഏതൊരവസ്ഥയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കടന്നു വന്നാലും, പ്രതികൂലമായ സാഹചര്യങ്ങളും അവസ്ഥകളും വന്നാലും, നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ, കരുണ ആർദ്രമായ ക്ഷമയുടെ, പരസ്പരമുള്ള ശുശ്രൂഷയുടെ വേദിയായി മാറണം. ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളെ പറ്റിയുള്ള ആ സിനഡിനു ശേഷം പുറത്തിറക്കിയ അപ്പോസ്തലിക പ്രബോധനമായ സ്നേഹത്തിൻ്റെ സന്തോഷം, അമോരിസ് ലെത്തീസിയ ദ ജോയ് ഓഫ് ലവ് എന്ന ആ പ്രബോധന രേഖയുടെ 169-ാം ഖണ്ഡികയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സ്വപ്നങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഒരു കുടുംബമുണ്ടായിരിക്കുവാൻ സാധിക്കുകയില്ല. ഒരു കുടുംബത്തിന് സ്വപ്നം കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ കുട്ടികൾ വളരുകയില്ല, സ്നേഹം വളരുകയില്ല, ജീവൻ ചുക്കിച്ചുളുങ്ങുകയും മരിക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു. പരസ്പരം സ്വപ്നം കാണുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കു വേണ്ടി സ്വപ്നം കാണുവാൻ, എൻ്റെ മാതാപിതാക്കളുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി മക്കൾ സ്വപ്നം കാണുവാൻ, കുടുംബത്തിലെ ഓരോരുത്തരുടെയും അഭിവൃദ്ധിക്കു വേണ്ടി സ്വപ്നം കാണുവാൻ കുടുംബങ്ങളുടെ സാഹചര്യം ഒരുക്കണം. അങ്ങനെ ത്യാഗത്തോടുകൂടെ ഉള്ള ഒരു ജീവിതം, അങ്ങനെ കാരുണ്യത്തിൻ്റെ സ്രോതസ്സായി ഓരോ കുടുംബവും മാറണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ 322-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം തുടർന്ന് എഴുതുന്നു: എല്ലാ കുടുംബ ജീവിതവും കാരുണ്യത്തിലേക്കുള്ള ഒരു ആടുമേയ്ക്കലാണ്. അങ്ങനെ ഒരു സമൂഹമായി ഈ കാരുണ്യത്തിൻ്റെ സ്രോതസ്സിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു അജഗണമായി നടന്നു നീങ്ങുവാൻ സാധിക്കുക എത്രയോ അനുഗ്രഹമാണ്. നമ്മിൽ ഓരോരുത്തരും നമ്മുടെ സ്നേഹം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അടയാളമിടുന്നു. കുടുംബാംഗങ്ങൾ ഇങ്ങനെ പരസ്പരമുള്ള ആ സ്നേഹത്തിൽ അടയാളമിടുവാൻ തുടങ്ങുമ്പോൾ ആ കുടുംബങ്ങൾ കൂടുതൽ അനുഗ്രഹപ്രദമായി മാറും. നാം സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ധ്യാനിക്കുകയും അവരിൽ ക്രിസ്തുവിനെ കാണുകയും ചെയ്യുക എന്നത് ആഴമാർന്ന ഒരു ആധ്യാത്മിക അനുഭവമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, കരുണാർദ്രമായ അവിടുത്തെ നേത്രങ്ങൾ കൊണ്ട് പരസ്പരം കാണുവാൻ സാധിക്കുക. 323-ാമത്തെ പാരഗ്രാഫിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതുന്നു: ഇതാണ് കുടുംബത്തിൻ്റെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന ആ ക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മോടൊപ്പം ജീവിക്കുന്നവരിൽ ഓരോ വ്യക്തിക്കും പൂർണ്ണമായ ശ്രദ്ധയ്ക്ക് അർഹതയുണ്ടെന്ന് നാം സ്ഥിരം അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരസ്പരമുള്ള ശ്രദ്ധ, കരുതൽ, കാരുണ്യം, അതാണ് ഒരു കുടുംബത്തിൽ നിന്നും ഉത്ഭവിക്കേണ്ടത്. എല്ലാ കാരുണ്യത്തിൻ്റെയും ഉറവിടം, അതിൻ്റെ ആവിർഭാവം, അതിൻ്റെ സ്കൂൾ, പാഠശാല കുടുംബമായി മാറണം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ ഫരീസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ കൊടുത്തിട്ടുണ്ട്. ഫരീസയൻ്റെ ആധ്യാത്മികതയെപ്പറ്റിയുള്ള ഒരു വിവരണം അവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അയാൾ ദേവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു.
എല്ലാ പ്രാർത്ഥനയ്ക്കും ആവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഘടകം നന്ദി പറച്ചിൽ, കൃതജ്ഞതാ സ്തോത്രം ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയിലുണ്ട്. തുടർന്ന് അദ്ദേഹം ഇപ്രകാരം വ്യക്തമാക്കുന്നു: ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മനുഷ്യരെ പോലെയല്ല. അങ്ങനെ ധാർമ്മികമായ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ജീവിതമാണെന്നാണ് അയാൾ തന്നെപ്പറ്റി തന്നെയുള്ള വിലയിരുത്തൽ. അക്രമമില്ല, അധാർമികമില്ല, വ്യഭിചാര പ്രവൃത്തികളൊന്നുമില്ല, അങ്ങനെ നല്ലൊരു ജീവിതം. അതേപോലെ തന്നെ ആ മനുഷ്യൻ പറയുന്നു, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല. കാരണം ചുങ്കക്കാർ മറ്റുള്ളവരിൽ നിന്ന് പണം പിഴിഞ്ഞ് കഴിയുന്ന വ്യക്തികളാണ്. അങ്ങനെ ഈ ചുങ്കക്കാരെ പോലെയല്ല എൻ്റെ ജീവിതം. മാത്രമല്ല, ഈ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക 2 പ്രാവശ്യം ആഴ്ചയിൽ ഞാൻ ഉപവസിക്കുന്നു, സമ്പാദ്യത്തിൻ്റെ ദശാംശം കൊടുക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും പലരുടെയും ജീവിതം പോലെ വളരെ ഉത്തമമായ ജീവിതം. പക്ഷേ ആ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നില്ല. കാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കുറവുണ്ട്. അവിടെ എളിമയില്ല, അതോടൊപ്പം തന്നെ കാരുണ്യമില്ല, മറ്റുള്ളവരെ പറ്റിയുള്ള നല്ല മതിപ്പില്ല, അഭിപ്രായമില്ല. ഇങ്ങനെയുള്ള ഈ കുറവുകളാണ് പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെയും പ്രാർത്ഥനകൾ ശ്രവിക്കാതെ പോകുന്നത്. എന്നാൽ ആ ചുങ്കക്കാരനായ മനുഷ്യൻ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും മടി കാണിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഈ കാരുണ്യത്തിൻ്റെ പ്രതിഫലനമാകാതിരുന്നാൽ, മറ്റുള്ളവരുടെ മുൻപിൽ എളിമപ്പെടാതുള്ള, മറ്റുള്ളവരെ അംഗീകരിക്കാതുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന ശ്രവിക്കപ്പെടുന്നില്ല. വിശുദ്ധിയുടെ നിറക്കൂട്ടുകൾ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു: ദൈവമേ, ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ ഇടിമുഴക്കം പോലെ ഒരു സ്വരം അയാൾ ശ്രവിച്ചുവത്രേ: നിന്നോട് കരുണ കാണിക്കുവാൻ വേണ്ട മതിയായ കാര്യങ്ങൾ എനിക്ക് അറിയാം. നീ 3 ദിവസം പട്ടിണിയായിരുന്നില്ലേ? നിനക്ക് കിട്ടിയ ആ ഏതാനും ഉരുളച്ചോറിൽ നിന്ന് പകുതിയിൽ കൂടുതൽ 2 ദിവസം പട്ടിണി കിടന്നിരുന്ന ആ നിന്നോടൊപ്പം കഴിഞ്ഞിരുന്ന ആ മനുഷ്യന് നീ കൊടുത്തില്ലേ? അതുമതി നിന്നോട് ഞാൻ കാരുണ്യം കാണിക്കാൻ. മറ്റുള്ളവരുമായി ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഉത്കണ്ഠകളും ആകാംക്ഷകളും തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കും. അവിടുത്തെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മദർ തെരേസ തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. മദറിൻ്റെ കോൺവെൻറ്റിൽ ഒരു ദിവസം വൈകുന്നേരം ഒരു യാചകൻ വന്ന് ആ കോൺവെൻറ്റിലെ മഠത്തിലെ മണിയടിച്ചു അത്രേ. അപ്പോൾ ഒരു സിസ്റ്റർ വന്ന് വാതിൽ തുറന്നപ്പോൾ യാചകനായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു. അയാൾ പറഞ്ഞു, എനിക്ക് മദറിനെ ഒന്ന് കാണണം. അപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞു. മദർ പ്രാർത്ഥനയിലോ മുറിയിലോ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതയാണ്. അപ്പോൾ ഈ മനുഷ്യൻ നിർബന്ധിച്ച് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും മദറിനെ ഒന്ന് കാണണം. സിസ്റ്റർ ഇയാളോട് പറഞ്ഞു, ഒരു നിമിഷം കാത്തു നിൽക്കുക, ഞാൻ മദറിനോട് പറഞ്ഞിട്ട് വരാം. അങ്ങനെ മദറിൻ്റെ മുറിയിൽ ചെന്ന് ഈ സിസ്റ്റർ പറഞ്ഞു, മദറിനെ കാണണമെന്ന് നിർബന്ധം പിടിച്ച് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. മദർ ആ മനുഷ്യനെ എൻ്റെ അടുത്ത് വന്ന് അയാളോട് ചോദിച്ചു, എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ മനുഷ്യൻ തൻ്റെ ചെറിയ ആ ഭാണ്ഡത്തിൽ നിന്ന് ഒരു തകരപ്പാട്ട എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ കൈകളിൽ ഇട്ടിട്ട് ഈ നാണയത്തുട്ടുകൾ മദറിനെ ഏൽപ്പിക്കുവാനൊരുങ്ങി. മദറിന് മനസ്സിലായി ഈ യാചകൻ്റെ അന്നത്തെ ആകെയുള്ള സമ്പാദ്യം അതാണെന്ന്. പക്ഷേ ഈ മനുഷ്യനെ അത് നിരാകരിച്ചാൽ, സ്വീകരിക്കാതിരുന്നാൽ
അയാൾക്ക് വിഷമമാകും. കാരണം മദറിന് തോന്നി ഈ സമ്പാദ്യം കൊണ്ടായിരിക്കണം ആ മനുഷ്യൻ ഇന്ന് അത്താഴത്തിന് ഭക്ഷണം വാങ്ങുവാൻ ഉണ്ടാകുക. അയാളെ അത്താഴപ്പട്ടിണിയാക്കിയിട്ട് ഇതെങ്ങനെ ഞാൻ സ്വീകരിക്കും? പക്ഷേ സ്വീകരിക്കാതിരുന്നാൽ അയാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കും, വിഷമിക്കും. അതുകൊണ്ട് മദർ ആ നാണയത്തുട്ടുകൾ സ്വീകരിച്ചു. ഒരുപക്ഷെ ഒരു 3-3.5 രൂപയുണ്ടാകും. മദർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ പാരിതോഷികങ്ങളെക്കാൾ, നൊബേൽ സമ്മാനത്തേക്കാൾ എല്ലാം വിലപിടിപ്പുള്ളതായി എനിക്ക് തോന്നി ഈ മനുഷ്യൻ്റെ ആകെയുള്ള സമ്പാദ്യം സമ്മാനമായി എൻ്റെ കൈകളിലേക്ക് വച്ചു നീട്ടിയപ്പോൾ. എത്ര കൊടുക്കുന്നുവെന്നല്ല, കാരുണ്യത്തിൻ്റെ ഉറവ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? എൻ്റെ ത്യാഗത്തോടുകൂടെയുള്ള ആ പങ്കുവയ്ക്കൽ, അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും കരണീയമായ കാര്യം. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ആ വിധവയുടെ കാണിക്കയെപ്പറ്റി വിവരിക്കുന്ന ഭാഗമുണ്ട്. 12-ാം അധ്യായം 41-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇതാണ്: മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഏറ്റവും പ്രീതികരമായ തുക കാണിക്ക ഈ സാധു വിധവയുടേതാണെന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന്, ത്യാഗത്തിൽ നിന്ന് നാം മറ്റുള്ളവരുമായി കാരുണ്യത്തിൽ, കനിവിൽ പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു കാണിക്കയായി തീരുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ആ ഒരു സാധു വിധവയുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇതാണ്: കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. തൻ്റെ ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ പങ്കുവച്ച ആ ഭക്ഷണ വസ്തുക്കൾ അവൾക്ക് അനുഗ്രഹമായി പരിണമിക്കുന്നു. അത് സമൃദ്ധിയായി അവളുടെ കലത്തിലും ഭരണിയിലും കടന്നു വരുന്നു. പങ്കുവയ്പ്പിൻ്റെ സംസ്കാരമാണ് ഇന്ന് കൂടുതൽ അഭികാമ്യമായി നിലകൊള്ളുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 ജൂൺ മാസം 3-ാം തീയതി യേശുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി വിവരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങളിൽ ഇപ്രകാരം വ്യക്തമാക്കി: നല്ല ഇടയൻ്റെ ഹൃദയമായിരുന്നു യേശുവിൻ്റേത്. ദൈവത്തിൻ്റെ കാരുണ്യം എന്താണെന്ന് അത് കാണിച്ചു തരിക മാത്രമല്ല, ദൈവത്തിൻ്റെ തീരാ കാരുണ്യമായിരുന്നു അവിടുത്തെ ഹൃദയം, പിതാവിൻ്റെ സ്നേഹം തിളങ്ങുന്ന ഹൃദയം എന്ന് അത് വ്യക്തമാക്കുന്നു. ഞാനായിരിക്കുന്ന വിധത്തിൽ സ്വീകരിക്കപ്പെടുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഹൃദയം, എൻ്റെ എല്ലാ കുറവുകളോടും പാപങ്ങളോടും കൂടെ ഞാൻ സ്വീകരിക്കപ്പെടുന്ന ഹൃദയം. ആ ഹൃദയത്തെപ്പറ്റി ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ആദ്യ സ്നേഹം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ആത്മാവിനെ ദൈവം സ്പർശിച്ച ആ നിമിഷത്തെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം യേശുവിൻ്റെ ജീവിതത്തിൽ, ആ യേശുവിൽ നിന്ന് നമുക്ക് പഠിക്കാനാകുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകിച്ച് വൈദികരുടെ ജീവിതത്തെപ്പറ്റി, ഈ കാരുണ്യത്തോടുകൂടെയുള്ള ഇടപെടലിനെ പറ്റി പറയുമ്പോൾ പറയുന്നത് 3 കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. 1, അന്വേഷിക്കുക. 2, ഉൾച്ചേർക്കുക. 3, ആനന്ദിക്കുക എന്ന്. അങ്ങനെ സമൂഹത്തിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളിൽ കഴിയുന്നവരെ, നൊമ്പരപ്പെട്ട് കഴിയുന്നവരെ അന്വേഷിച്ച് ഒരു ഇടയനെടുത്ത താല്പര്യത്തോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവരോടൊപ്പം ആയിരിക്കുക, അവരെ വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരിക. 2ാമത്തേത് ഉൾച്ചേർക്കുക. യേശുവിന് ആരും അപരിചിതരായിരുന്നില്ല, അന്യരായിരുന്നില്ല. അവൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു.
ഈ ഒരു മനോഭാവമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായി വൈദികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വൈദികരുടെ ജീവിതത്തിൽ എന്നും കാത്തുസൂക്ഷിക്കേണ്ടതായി പറയുക. അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതുന്നു, നന്മ ചെയ്യുന്നതിൽ നിന്ന് ആദ്യത്തെ വ്യക്തി വികാരിയച്ഛനായിരിക്കണം. എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സും സമയവും വികാരിയച്ഛന് വേണം, എല്ലാ വൈദികർക്കും വേണം വ്യക്തമാക്കുന്നു. മൂന്നാമതായി ആനന്ദിക്കുക. ദൈവത്തിൻ്റെ തീരാ കാരുണ്യത്തിൻ്റെ കനൽ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് എല്ലാവരുമായി സൗഹൃദവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ആനന്ദിക്കുവാൻ ഒരു വൈദികന് സാധിക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. തുടർന്ന് വ്യക്തമാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ് എൻ്റേത് എന്നാണ് യേശു ദിവ്യബലിയിൽ പറയുന്നത്. ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ഒരു ശരീരമായി ഓരോ വൈദികൻ്റെയും ജീവിതം തീരണം. കാരുണ്യത്തിൻ്റെ പര്യായമായ ജീവിതം. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പറഞ്ഞു, കുടുംബത്തിനു വേണ്ടി ത്യാഗമെടുക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും പറയാൻ കഴിയട്ടെ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ് എൻ്റേത്. മാതാപിതാക്കളെ സംരക്ഷിക്കാനായി സ്വന്തം സുഖസ്ഥലങ്ങൾ ഉപേക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കും പറയുവാൻ കഴിയട്ടെ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ് എൻ്റേതെന്ന്. ഈ കാരുണ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാർദ്രനായ ദൈവമേ, ക്ഷമയാണ് അങ്ങയുടെ മുഖമുദ്ര. അങ്ങയുടെ അനന്തമായ കാരുണ്യം അനുദിനം ഞങ്ങൾ അനുഭവിക്കുന്നു. എളിമയോടുകൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിനെ അനുകരിച്ചുകൊണ്ട് ആ കരുണാർദ്രമായ ഹൃദയം ഞങ്ങളിലും സൃഷ്ടിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിർത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ മറ്റുള്ളവരെ അന്വേഷിക്കുവാൻ, പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ചിറങ്ങുവാൻ, എല്ലാവരെയും ഉൾച്ചേർക്കുവാൻ, അതോടൊപ്പം എല്ലാവരുമായി ആനന്ദിക്കുവാൻ വേണ്ട കൃപാവരം, വരദാനം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, കാരുണ്യത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം നമുക്ക് തീർക്കാം. നാം വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ദൈവം കാരുണ്യത്തിൻ്റെ പര്യായമാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം നമ്മുടെയും വ്യക്തിഗത ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. കാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളായി നമുക്ക് മാറാം. അങ്ങനെ ഒരു കനിവിൻ്റെ സംസ്കാരം നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.